വിദ്യാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് 6ാം സെമസ്റ്റർ പരീക്ഷകളുടെ വാല്യുവേഷൻ ഏപ്രിൽ മാസം 28-ാം തീയതി മുതൽ തുടങ്ങാൻ പോകാനിരിക്കെ പലരും ചോദിച്ചിരുന്നു ഈ കണ്ടോണേഷൻ അതുപോലെ തന്നെ കോപ്പി അടിച്ച പിള്ളേരുടെ റിസൾട്ടുകൾ എന്ന് വരുമെന്ന്. കണ്ടോണേഷനുള്ള വിദ്യാർത്ഥികൾ കുറച്ചധികം ദിവസം കാത്തിരിക്കേണ്ടതായിട്ട് വരും. അതായത് മെയ് 2nd വീക്കിൽ 6ാം സെമസ്റ്റർ പരീക്ഷകളുടെ റിസൾട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യുമ്പോൾ ആ സമയത്ത് തന്നെ കോണ്ടോനേഷൻ അടച്ച വിദ്യാർത്ഥികളുടെ റിസൾട്ട് വരില്ല. നോക്കുമ്പോൾ വിത്ത് ഹെൽഡ് എന്നാണ് കാണിക്കുക. വിത്ത് ഹെൽഡ് എന്ന് കാണിക്കാൻ കാരണം പ്രോസസ്സിംഗ് ആണ്, അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് തീർത്തിട്ടില്ല. വിൽ ബി അപ്ഡേറ്റഡ് ആഫ്റ്റർ സം ടൈം. കുറച്ച് സമയത്തിന് ശേഷം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്യും. അന്ന് തന്നെ കോണ്ടോനേഷനുള്ള വിദ്യാർത്ഥികളുടെ റിസൾട്ട് വരില്ല. ദെൻ കോപ്പി അടിച്ച വിദ്യാർത്ഥികളുടെ റിസൾട്ടിൻ്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള കോപ്പികൾ റിപ്പോർട്ട് ചെയ്യാം. ചിലപ്പോൾ സാധാ വാണിംഗ് ആയിട്ട് ഇൻവിജിലേറ്റേഴ്സ് വിടുന്ന കോപ്പിയൊന്നും അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല, സാധാ റിസൾട്ട് വരുമ്പോൾ വരും. എന്നാൽ യൂണിവേഴ്സിറ്റിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വിദ്യാർത്ഥികൾക്ക് അവരവരുടെ ഇമെയിലിൽ ഹിയറിംഗ് മെമ്മോ വരും. അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്ത് ഫൈനലൈസ് ചെയ്താൽ മാത്രമാണ് അവരുടെ റിസൾട്ടുകൾ വരുള്ളൂ. അതുവരെ വിത്ത് ഹെൽഡ് തന്നെയാണ് കാണിക്കാറുള്ളത്. അല്ലാത്തവരുടെ സാധാരണ ടീച്ചേഴ്സ് പറയുകയും കോപ്പി ഇടുന്ന ഇതെന്നൊക്കെ പറഞ്ഞ് നമ്മളെ കുറച്ചധികം മുന്നിൽ നിർത്തും. എന്നാൽ അത് യൂണിവേഴ്സിറ്റിയിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടില്ലെങ്കിൽ, പ്രൊസീഡ് ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, അവരുടെ റിസൾട്ട് സാധാ പോലെ വരും. എന്നാൽ കോപ്പിയടിയുടെ ഇൻറ്റൻസിറ്റി ഇൻവിജിലേറ്റർക്ക് കൂടുതലാണെന്ന് തോന്നുകയും യൂണിവേഴ്സിറ്റിക്ക് റിപ്പോർട്ടും ചെയ്ത് മെമ്മോ ത്രൂ ഇമെയിൽ വഴി വിദ്യാർത്ഥികൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് സീനാണ്, കാത്തിരിക്കേണ്ടതായിട്ട് വരും. വിത്ത് ഹെൽഡ് സ്റ്റാറ്റസ് മാറാനുള്ള സാധ്യത കുറവാണ്. മേ ബി ആ പരീക്ഷ അവർ വീണ്ടും എഴുതേണ്ടതായിട്ട് വരും. ഇങ്ങനെയാണ് നമുക്ക് പ്രാഥമിക രീതിയിലുള്ള ഇൻഫോർമേഷൻ. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന പുതിയ അപ്ഡേറ്റുകൾ കിട്ടുന്ന മുറയ്ക്ക് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. ഇതുപോലത്തെ അനുഭവങ്ങളുണ്ടായ വിദ്യാർത്ഥികൾ അവർക്ക് കിട്ടിയ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നത് മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.